ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിത സുചിത്രയോട് പറയാണ്, നീ എങ്ങും പോകേണ്ടതില്ല. കാരണം ലാസ്റ്റ് നിമിഷം എല്ലാം മാറി മറിയാം. ഒരിക്കലും വിവാഹം കഴിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ മഹേഷിൻ്റെ ഭാര്യയായില്ലേ. ദൈവം നമുക്ക് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഒരുപക്ഷെ വിനോദനെ തന്നെയാണെങ്കിലോ. നീ വെയിറ്റ് ചെയ്യുക, ആ കല്യാണം മുടങ്ങിയാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മഹേഷിന് ദേഷ്യം വന്ന് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചിപ്പി മോൾക്ക് സ്വീറ്റ്സ് കൊടുക്കുകയാണ് നമ്മുടെ ആദി. ഹായ് സ്വീറ്റ്സ്, ദേ ആദ്യേട്ടൻ എനിക്ക് വേണ്ടി മേടിച്ചതാണോ? അപ്പോഴേക്കും അല്ല, ഇത് അമ്മ തന്നു വിട്ടതാ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേടിക്കാനൊരു മടി കേട്ടോ. അതെന്താ, നീ അമ്മ തന്നു വിട്ടത് കഴിക്കില്ലേ? നമ്മുടെ അമ്മയല്ലേ എന്നൊക്കെ ആദ്യം ചോദിക്കുകയാണ്. മാത്രമല്ല, നിൻ്റെ അമ്മ തന്നു വിട്ടത് നീ കൊണ്ടുവന്നത് ഞാൻ കഴിച്ചില്ലേ? ഇനി നീ ഇത് കഴിച്ചില്ലെങ്കിൽ ലഞ്ച് ഞാൻ കഴിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി മോൾ അതെടുത്ത് കഴിക്കുകയാണ്. ആ സമയത്ത് ആദ്യം ചിപ്പിയെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇഷിത നിൻ്റെ അമ്മയല്ല, നമ്മുടെ അമ്മ രചനയാണ്. നമ്മുടെ അമ്മയെ ചതിച്ചുകൊണ്ട് നമ്മുടെ അച്ഛനെ തട്ടിയെടുത്തവളാണ് ഇഷിത. ഒരിക്കലും അമ്മയെന്ന് വിളിക്കരുത്. ഇല്ല, എൻ്റെ അമ്മ ഇഷിതാമ്മയാ എന്ന് ചിപ്പി 100 വട്ടം ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വെറുതെ അമ്മയെന്ന് വിളിച്ചതുകൊണ്ട് പെറ്റമ്മയാവില്ല ചിപ്പി, നമ്മുടെ അമ്മ രചനയാണ്, ഇഷിതയല്ല എന്ന് പറഞ്ഞ് ആദ്യം വീണ്ടും അത് തന്നെ ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും മാത്രമല്ല, നമ്മുടെ വീട്ടിലേക്ക് നീ വരണം, നമ്മളെല്ലാവരും ഒരുമിച്ച് കഴിയണം എന്നൊക്കെ ആദ്യം പറഞ്ഞപ്പോൾ ചിപ്പി ചോദിച്ചു, അതിനത് നമ്മുടെ വീടാണോ? അത് അയാളുടെ വീടല്ലേ, അയാളുടെ കീഴിലല്ലേ ആദ്യേട്ടനും അമ്മയും കഴിയുന്നത്, എന്ത് ലേബലാണ് ഉള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിൻ്റെ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആദ്യക്ക് ദേഷ്യം വന്നു കേട്ടോ. മാത്രമല്ല, അയാളുടെ പേരും പറഞ്ഞിട്ടല്ലേ സ്കൂളിലെ കുട്ടികളൊക്കെ കളിയാക്കുന്നത് ഏട്ടനെ എന്നൊക്കെ ചോദിച്ചു. നമുക്കൊരു ഡാഡിയല്ലേ ഉള്ളൂ, നമ്മുടെ ഡാഡി, എന്തിനാ വെറുതെ അയാളൊരു ഡാഡിയായിട്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കയ്യിൽ തന്നെ സ്വീറ്റ്സൊക്കെ വലിച്ചെറിയുകയാണ്. നിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇഷിതയും നമ്മുടെ ഡാഡിയും ചേർന്നിട്ട്. ഒരിക്കലും അവർക്ക് നിന്നോട് സ്നേഹമില്ല, സ്നേഹം അഭിനയിക്കുകയാണ്, നിനക്കതൊട്ട് മനസ്സിലാവുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം ദേഷ്യപ്പെടുക. അങ്ങനെ ആദ്യം ദേഷ്യപ്പെട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാ ആദ്യം വെറുതെ ദേഷ്യം പിടിപ്പിച്ചത് എന്ന് സൂരജ് ചോദിക്കുകയാണ്. അപ്പോൾ ചിപ്പി പറഞ്ഞു, അതേ എന്തിനാ എൻ്റെ അമ്മ എനിക്ക് സ്വീറ്റ്സ് കൊടുത്തു വിട്ടേന്നൊക്കെ എനിക്കറിയാം, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അതെനിക്കും തോന്നി, അങ്ങനെ ഞാൻ അവരുടെ കൂടെ പോവില്ല. ആദ്യേട്ടൻ എന്നോട് സ്നേഹമുണ്ട്, ഈ ദേഷ്യമൊക്കെ മാറിക്കോളും, എന്നെ ഇഷ്ടം ആദ്യേട്ടന്, അതുകൊണ്ട് ആദ്യേട്ടൻ ഈ ദേഷ്യമൊക്കെ മറക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഇരിക്കുക. എന്തായാലും ചിപ്പിമോൾക്കൊരു സങ്കടമുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൈലാസൻ സ്വാമികളാണ്. കൈലാസൻ സ്വാമികൾ ധ്യാനിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് മഞ്ജിമയും സ്വപ്നവല്ലിയും കൂടെ സാരി പർച്ചേസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. ഇപ്പോൾ വിനോദ് കല്യാണത്തിന് വാങ്ങിച്ച സാരിയൊക്കെയാണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നത്. ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. എന്തായാലും വിനോദ് നല്ലതേ എടുക്കുകയുള്ളൂ, അപ്പോൾ അനുഗ്രഹിയായിരിക്കും സെലക്ട് ചെയ്തത് എന്ന് മഞ്ജമ്മ പറഞ്ഞപ്പോൾ പിന്നെ പെണ്ണിൻ്റെ പുറകെ പോകുന്നതൊന്നും അല്ല എൻ്റെ മോൻ. പിന്നെ പെണ്ണിൻ്റെ പുറകെ പോയ കഥയൊന്നും വിനോദിൻ്റെ ഗുണവധികാരമൊന്നും പറയണ്ട കേട്ടോ അമ്മേ എന്ന് സ്വപ്നമല്ലേ മഞ്ജമ്മയോട് പറയുക. സുചിത്രയായിട്ടുള്ള ചുറ്റിക്കളിയൊക്കെ നമുക്കറിയാവുന്നതല്ലേ, നീ ഒന്ന് പൊടി, അടച്ച കാര്യങ്ങളൊക്കെ വീണ്ടും അതൊക്കെ കുത്തിപ്പൊക്കേണ്ട കാര്യമുണ്ടോ നിനക്ക് എന്നൊക്കെ സ്വപ്നമല്ലേ മഞ്ജമ്മയോട് ചോദിക്കുക. പിന്നെ കുത്തിപ്പോക്കുന്നത് ഇത് വലിയ പ്രശ്നമായേനെ എന്നൊക്കെ മഞ്ജിമി ഇങ്ങനെ പറയുകയാണ്. എന്തായാലും രണ്ടുപേരും നമ്മളൊരു ഇഷ്ടം ഉണ്ടായിരുന്നു, അതുള്ളത് തന്നെയാണ്. നല്ലൊരു വീട്ടിൽ ആലോചന വന്നപ്പോൾ വിനോദ് അത് സമ്മതിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. മാത്രമല്ല, നീ ഇങ്ങനെ എല്ലാവരും കേൾക്ക പറയല്ലേ, അപ്പം അതിന് നമ്മളല്ലേ ഉള്ളൂ എന്ന് മഞ്ജമ്മ ചോദിച്ചപ്പോൾ കൈലാസ് ഇരിക്കുന്നത് കണ്ടില്ലേ? കൈലാസ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഹോളിലിരിക്കുകയാണ് കേട്ടോ, ധ്യാനത്തിലാണെന്ന് മാത്രം. എൻ്റെ പൊന്നമ്മയെ ധ്യാന നിമഗ്നനായ കൈലാസേട്ടനുണ്ടല്ലോ, കൈലാസേട്ടൻ്റെ ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, മനസ്സിവിടെയില്ല. പിന്നെ ഒരു കണ്ണ് തുറന്ന് വെച്ച് കൈലാസ് എല്ലാം കേട്ടോണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അനുഗ്രഹമായിട്ടുള്ള വിവാഹം നമ്മുടെ മകൻ്റെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഇഷിതയുടെ അനിയത്തിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരില്ലായിരുന്നോ? സത്യം പറയാലോ അമ്മേ, വിവാഹ നിശ്ചയമൊന്നും വേണ്ടായിരുന്നു, വിവാഹം മതിയായിരുന്നു. വിനോദും സുചിത്രയും തമ്മിലുള്ള പ്രണയം തന്നെ വല്ല കടുകയും ചെയ്ത് ഒരു നാടകം കളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ മോൻ വീണുപോവില്ലേ? വിനോദ് വീണുപോവില്ലേ? ആ വിവരം അരുന്ധതിയുടെയും അനുഗ്രഹിയുടെയും കാതിലെത്തില്ലേ? തീർന്നില്ലേ? കല്യാണം മുടങ്ങില്ലേ? ഇഷിത തന്നെ എത്തിച്ചു കൊടുക്കും. സുചിത്രയും വിനോദും തമ്മിലുള്ള പ്രണയബന്ധമൊന്നും അനുഗ്രഹിക്ക് അറിയില്ല. സുചിത്രയെ അനുഗ്രഹം സ്നേഹിക്കുന്നത് ഒരു സഹോദരിയെ പോലെയാണ്. സുചിത്രയ്ക്ക് വേണ്ടിയിട്ട് അവൾ സ്വയം ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയും ചെയ്യും. എൻ്റെ ഭഗവാനെ, കേട്ടിട്ട് പേടിയാവുക. മഹേഷിൻ്റെ വാക്കിൻ്റെ പുറത്താണ് വിനോദ് സമ്മതം മൂളിയത്. ഈ കഥയെങ്ങനോ അരുന്ധതിയുടെ കാതിലെത്തിയ കല്യാണം മുടങ്ങുന്നല്ല, മഹേഷിൻ്റെ കയ്യിൽ നിന്ന് കേരള ചാപ്റ്ററും പോകും. ഇത് തന്നെയാണ് നമ്മുടെ കൈലാസിൻ്റെ ആ ഒരു ആവശ്യവും. നമ്മളുടെ പയ്യനാണ് വിനോദ്, നമുക്കിനി ഇതിനെക്കുറിച്ച് സംസാരിക്കേ വേണ്ട, കല്യാണമൊന്നും മുടങ്ങത്തുമില്ല കേട്ടോ എന്ന് പറഞ്ഞ് മഞ്ജമ്മയും സ്വപ്നവല്ലിയും കൂടിയിട്ട് ആ ടോപ്പിക്ക് അവിടെ നിർത്തിക്കുകയാണ്. പക്ഷേ നമ്മുടെ
കൈലാസ് ടോപ്പിക്ക് അവിടെ തുടങ്ങുകയായി. മഞ്ജിമയും സ്വപ്നവല്ലിയും പോയി കഴിഞ്ഞപ്പോൾ ധ്യാനത്തിനിടയിൽ ഉൾവിളി കേൾക്കുമെന്ന് പറയുന്നത് ഒരു സത്യം തന്നെ. ഇതാണ് ഉൾവിളി. അങ്ങനെ നമ്മുടെ ആകാശിനരികിലേക്കാണ് കൈലാസ് പോയത്. നീ എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? നാളത്തെ വിവാഹ നിശ്ചയം മുടക്കാൻ വല്ല ഇത് നിൻ്റെ കയ്യിലുണ്ടോ? വല്ല ഐഡിയ നിൻ്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഓട്ടോ വിളിച്ച് വന്നത്. ഒരു വെടിക്ക് 3-4 പക്ഷികളെ ഒരുമിച്ച് വീഴാൻ പോകുന്നത്. വിവാഹ നിശ്ചയം മുടങ്ങും. അരുന്ധതി മഠത്തിൻ്റെ 1-ാം നമ്പർ ശത്രു മഹേഷാകും. ഇഷിതയും മഹേഷും ഡിവോഴ്സാകും. കേരള ചാപ്റ്റർ ആകാശ് മേനോൻ്റെ കയ്യിൽ ഭദ്രമാകും. എടാ ഊടായി പറക്കല്ലേ, ഇതെല്ലാം നടക്കില്ലെന്ന് എനിക്കറിയാം. അതെ, എൻ്റെ ഐഡിയ പ്രകാരം നടക്കും. എൻ്റെ ശ്രമം വിജയിച്ചിട്ടുണ്ട്. അതെ, ഞാനൊരു കാര്യം അറിഞ്ഞു. എന്നിട്ട് സുചിത്രയുടെയും വിനോദിൻ്റെയും കാര്യം പറയാണ്. എടാ അപ്പം നീ വെറും വാഴയല്ലല്ലോടാ. അങ്ങനെ മഹേഷിൻ്റെ കളി കൊണ്ട് മാത്രമാണ് വിവാഹം നടക്കാൻ പോകുന്നത്. അനുഗ്രഹയും വിനോദും തമ്മിലുള്ളത്. വിനോദിന് ഒരു താല്പര്യമില്ല. മഹേഷിന് കേരള ചാപ്റ്റർ കിട്ടാനായിട്ട് 2 വീട്ടുകാരും കണ്ണടച്ച് വെച്ചിരിക്കുക. ഇഷിതയുടെ വീട്ടുകാരും മഹേഷിൻ്റെ വീട്ടുകാരും. സുചിത്ര കണ്ണീരും കയ്യുമായിട്ട് നടക്കുകയാണ്. വിനോദിനാണെങ്കിൽ ഏട്ടൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ നിൽക്കുകയാണ്. ഇത് കൊള്ളാലോ, ഇത് അവിയൽ പരുവാണല്ലോ. എന്തായാലും കൈലാസ് ഉള്ള കാര്യം പറഞ്ഞതിനോടൊപ്പം തന്നെ പൊടിപ്പും തൊങ്ങലും വെച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുകയാണ്. നമ്മുടെ ഈ സുചിത്രയെ ഒരു കീപ്പാക്കി വെച്ചോളാന്നും ഒരു ചിന്ന വീട് സെറ്റപ്പിൽ അനുഗ്രഹം കൊണ്ട് ഡൽഹിക്ക് പോയാലും ഇവിടെ ഒരു ഭാര്യയാക്കി വെച്ചോളാന്ന് വിനോദ് വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനിടയ്ക്ക് മഞ്ജിമയുടെ അരികിൽ വന്നിട്ട് സുചിത്ര ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ട്. കഥ ഇതുവരെ. ഇനി ഏത് വഴിക്ക് കഥ പോകണമെന്ന് വിചാരിക്കേണ്ടത് ആകാശ് മേനോനാണ്. ഇതാണ് വെടിമരുന്ന്, ബോംബാണ്, ബോംബ്. അതെ, അനുഗ്രഹിക്കോ അവളുടെ മമ്മിക്കോ വിനോദ് സുചിത്രയും തമ്മിലുള്ള ബന്ധം ഇപ്പം അറിയത്തില്ല. ഇത് വെച്ചൊരു അലക്കാൻ പറ്റുമോ? മഹേഷ് അടപടലം പൊത്തും പറ്റുമോ? ആകാശം എന്ന് ചിരിക്കുകയാണ് കേട്ടോ. വിജയത്തിൻ്റെ ചിരി, കോലച്ചിരി, അസുരൻ്റെ ചിരി. പിന്നൊരു കാര്യം, ഇഷിതയ്ക്ക് ഈ വിവാഹ നിശ്ചയത്തോട് താല്പര്യമില്ല. അവളുടെ അനിയത്തെ വിനോദ് കല്യാണം കഴിക്കണമെന്ന് തന്നെയാണ് ഇഷിതയുടെ ആഗ്രഹം. അതിൻ്റെ ഉടക്കൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അരുന്ധതി മേഡം അല്ലാതെ ആരെങ്കിലും സ്വന്തം മകളെ ഇനി വിനോദിന് കെട്ടിച്ചു കൊടുക്കുമോ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ മഹേഷ് കാണിച്ചത് വൻ ചതിയാകൂലേ? അപ്പം പിന്നെ കേരള ചാപ്റ്റേഴ്സ് വെറുതെ കൊടുക്കുമോ? നിശ്ചയം നടക്കുകയില്ല. ആകാശ് ആഗ്രഹിച്ചത് തന്നെ നടക്കുകയും ചെയ്യും. പിന്നെ അരുന്ധതി മേഡത്തെ ഈ കാര്യങ്ങൾ അറിയിച്ചത് ആകാശാണെന്നല്ല, ഇഷിതയാണെന്ന് വരുത്തി തീർക്കണം. മഞ്ജിമ വഴി അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പം തന്നെ ആകാശ് മോഹിച്ച രീതിയിൽ ഒരു വെടിക്ക് 3-4 പക്ഷി വീണില്ലേ? മതിയുടെ മതി. അരുന്ധതി മേഡത്തിൻ്റെ കാതിൽ ഞാൻ എത്തിക്കും. നീയേ ആശ്രമത്തിന് പറ്റിയ സ്ഥലം കണ്ടെത്തിക്കോ. വിവാഹം കഴിഞ്ഞാലേ ഉടൻ രജിസ്ട്രേഷൻ. മഹേഷേ ഇനി ഒരു പിടിച്ചാരം, ആ ചാരം തൊട്ട് വേണം എൻ്റെ ആശ്രമത്തിലേക്ക് എനിക്ക് കയറാൻ എന്ന് കൈലാസ്. അങ്ങനെ കൈലാസും ആകാശും ഭയങ്കര സന്തോഷത്തിൽ. മഹേഷ് തോക്കുന്നതിൻ്റെ സന്തോഷം. അങ്ങനെ നമ്മുടെ രാമനും വന്നിട്ടുണ്ട്. രാമനും സ്വപ്നവല്ലിയും തൻ്റെ മകൻ്റെ വിനോദിൻ്റെ വിവാഹ നിശ്ചയത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളിലാണ് കേട്ടോ. മക്കളെ കുഞ്ഞിലെ വളർത്തി വലുതാക്കിയതും അവൻ ഇത്രയൊക്കെ ആയതും പിന്നെ വിനോദ് അവൻ്റെ ആ കഴിവ്, നമ്മുടെ മകൻ അവൻ എത്തിച്ചേർന്ന ഒരു പൊസിഷൻ വെറുതെ അല്ല അരുന്ധതി മരുമകനായിട്ട് സ്വീകരിച്ചത്. എന്തായാലും പളനിയിലേക്ക് ഞാൻ രാമനെ അയക്കുന്നത് വെറുതെ അല്ലാന്ന് മനസ്സിലായില്ലേ? അതിനേക്കാളും വലിയ തെളിവല്ലേ പളനിയിൽ വെച്ച് നമ്മൾ തമ്മിൽ ഭഗവാൻ കണ്ടുമുട്ടിച്ചത്. അതെ, വിനോദിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് 2 പേർക്കൂടെ പഴനിയിലൊന്ന് പോകണം. പോകണം, നമ്മളങ്ങോട്ട് പോയാൽ പോരെ എന്നൊക്കെ ചോദിച്ച് 2 പേരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് മഹേഷ് വരുന്നത്. ഇരിക്കുമോനെ, ഒരുക്കങ്ങളൊക്കെ എന്തായി? എല്ലാം നമ്മൾ വേണം ചെയ്യാൻ, ഒന്നിനൊരു കുറവ് വരത്തില്ല. അപ്പോഴേക്കും ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഹോട്ടലിലാണ് ചടങ്ങ് നടക്കുന്നത്. ചടങ്ങ് കഴിഞ്ഞാൽ ഗംഭീരമായ പാർട്ടി. നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മാത്രം മതി. അരുന്ധതി സ്ഥലത്തെത്തിയില്ലേ? അവർക്ക് വേണ്ടപ്പെട്ടവരും ചേർന്നിട്ട് ഉച്ചയ്ക്ക് എത്തിയിട്ടുണ്ട് മറ്റൊരു ഹോട്ടലിൽ. വിനോദിനോട് ഞാൻ വരാൻ പറഞ്ഞതാ, പക്ഷെ അവൻ വന്നില്ല. അവന് പാർട്ടി മീറ്റിംഗ് ഉണ്ട് എന്നോട് പറഞ്ഞായിരുന്നു. നാളത്തെ ചടങ്ങ് കഴിഞ്ഞാൽ കേരള ചാപ്റ്റേഴ്സ് എൻ്റെ കയ്യിലിരിക്കുമോ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ് മഹേഷ് ഭയങ്കര സന്തോഷത്തിൽ. എന്തായാലും ഈ ബന്ധം നിങ്ങൾ ഏട്ടനെയും അനിയനെയും ഒരുപാട് ദൂരം കൂട്ടി മുന്നിലേക്ക് എത്തിക്കുമോനെ എന്ന് രാമനാഥൻ പറയുകയാണ്. ആ സമയത്ത് മഹേഷിനൊരു കോള് വരികയാണ്. അരുന്ധതി മേഡം നാളത്തെ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും. അങ്ങനെ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അരുന്ധതി കുറച്ച് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്. അതെ, ഞാൻ നിങ്ങൾ ഇത്രക്കാരനാണെന്ന് വിചാരിച്ചില്ല. എന്താ മേഡം, എന്താ കുഴപ്പം? അത് നാളെ നടക്കാനിരുന്ന എൻഗേജ്മെൻറ്റ് നടക്കില്ല എന്ന് അരുന്ധതി പറയുക. ഞങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ്.
മേഡം എന്തൊക്കെയാ പറയുന്നത്? എൻഗേജ്മെൻറ്റ് നടക്കില്ലെന്നോ? രാമനും സ്വപ്നവല്ലിയൊക്കെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കാം. അതെ, വിനോദുമായിട്ടുള്ള എൻ്റെ അനുഗ്രഹയുടെ ആ വിവാഹ നിശ്ചയത്തിൽ നിന്നും ഞങ്ങൾ പിന്മാറുന്നു. എന്താ കാരണം? അതിന് റീസൺ കൂടി മേഡം ഒന്ന് പറ. ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ല, അത് തന്നെ റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാണ്. പുറത്ത് വന്ന് കൈലാസ് ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. പുറത്ത് വന്ന് മഹേഷ് കേട്ടോണ്ട് നിൽക്കുകയാണ്. കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഇഷിത വന്നിട്ട് മുല്ലപ്പൂ മേടിച്ച മഹേഷ്. മുല്ലപ്പൂ അല്ല, എൻ്റെ തല വെക്കാൻ റീത്ത്, എൻ്റെ നെഞ്ചത്ത് വെക്കാൻ റീത്താണിപ്പോൾ വേണ്ടത്. എന്താ മഹേഷ്, എന്താ പറ്റിയേ? അപ്പോഴേക്കും രാമനാഥൻ ചോദിച്ചു, മോനെ എന്താ വിളിച്ചു പറഞ്ഞത്, വ്യക്തമായിട്ട് പറ. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു. അരുന്ധതി മേഡം നാളത്തെ എൻഗേജ്മെൻറ്റിൽ നിന്ന് പിന്മാറി. എന്താ അവർ വിളിച്ചു പറഞ്ഞത്, നീ വ്യക്തമായിട്ട് പറ. എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അവർ ബന്ധത്തിലേക്ക് ഇനി ഇല്ലെന്നാ പറയുന്നത്. അവർ മകളെയും കൊണ്ട് ഡൽഹിക്ക് പോവാ, എല്ലാം നശിച്ചു, എൻ്റെ ബിസിനസ് തകർന്നു, ഞാൻ ഇനി എന്തിന് ജീവിക്കണം എന്നൊക്കെ മഹേഷ് ഇങ്ങനെ ചോദിക്കുകയാണ്. മഹേഷ് ആകെ നിരാശയിലാണ്. കൈലാസിന് ഭയങ്കര സന്തോഷമായിട്ടോ. മാത്രമല്ല മഹേഷിൻ്റെ മനസ്സിലേക്ക് ഇഷിത സുചിത്രയോട് പറഞ്ഞ കാര്യങ്ങളാണ് കടന്നു വരുന്നത്. ഈ വിവാഹ നിശ്ചയം ലാസ്റ്റ് നിമിഷം മുടങ്ങിയാലോ, അതിനൊരു കാരണം ഉണ്ടാകുന്നേ. ഈ വിവാഹ നിശ്ചയം മുടക്കിയത് ആരാണെന്ന് എനിക്ക് അറിയാം എന്ന് മഹേഷ് പറയുക. വിനോദും അനുഗ്രഹയും തമ്മിലുള്ള വിവാഹം ആഗ്രഹിക്കാത്തവർ കൂടെ തന്നെയുണ്ട് അച്ഛാ, കൂടെ തന്നെ. ഇഷിത, താൻ കൂടെ നിന്ന് ചതിക്കുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ വിവാഹം നടന്നു കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നത് മറ്റാരെക്കാളും നീ അറിഞ്ഞിട്ടും നീ പിന്നിൽ നിന്ന് കുത്തിയല്ലേടി എന്നൊക്കെ ചോദിക്കുകയാണ്. കൈലാസ് ഇതൊക്കെ കേട്ട് സന്തോഷിക്കുക കേട്ടോ. നിന്നെ ആര് ചതിച്ചെന്നാ മോനെ ഈ പറയുന്നത്? നീ പറ, എന്താ കാര്യം എന്നൊക്കെ സ്വപ്നവല്ലി ഇങ്ങനെ ചോദിക്കുക. സ്വപ്നവല്ലിക്കാണെങ്കിൽ ഈശ്വരയെ കുത്താനൊരു അവസരം കാത്തിങ്ങനെ നിൽക്കുകയായിരുന്നല്ലോ. വിവാഹ നിശ്ചയം മുടങ്ങാനുള്ള കാരണം എന്താണ് അച്ഛനായ എനിക്കറിയണം എന്ന് രാമനാഥൻ പറഞ്ഞപ്പോഴേക്കും അപ്പോഴേക്കും മഹേഷ് പറഞ്ഞു, കാരണം അവർ പറയില്ല എന്ന് ആർക്കോ വാക്ക് കൊടുത്തിട്ടുണ്ട്, കൂടെ നിൽക്കുന്നവർക്ക് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ചതിച്ചത് കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് എന്നൊക്കെ മഹേഷ് ഇങ്ങനെ പറഞ്ഞപ്പം ഇഷിത പറഞ്ഞു, മഹേഷ് കൂടുന്നുണ്ട് കേട്ടോ, മഹേഷിൻ്റെ കൂടെ നിൽക്കുന്നത് ഞാനാണോ മഹേഷിനെ ചതിച്ചത്? ആണോ? ഞാനാണോ വിവാഹ നിശ്ചയം മുടക്കിയത്? ഞാനിവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് ഇറങ്ങി പോവാണ്. സ്വപ്നവല്ലിയാണ് ഇഷിതയ്ക്ക് നേരെ, ഹെടി നീയല്ലേടി വിവാഹ നിശ്ചയം മുടക്കിയത്? നിന്റെ നേരെ എൻ്റെ മോൻ വിരൽ ചൂണ്ടിയില്ലെന്നേ ഉള്ളൂ. നീ തന്നെയാണ് വിവാഹ നിശ്ചയം മുടക്കിയത്. നീ എന്താടി അവരെ വിളിച്ച് പറഞ്ഞത്? ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലാമേ, അച്ഛനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കുക. അപ്പോഴേക്കും എനിക്കറിയാം മോളെ. സ്വപ്നം, നീ ഇങ്ങ് വന്നേ, കാര്യം അറിയാതെ ഇഷിതയെ കുറ്റക്കാരിയാക്കരുത്. അപ്പോഴേക്കും സ്വപ്നവല്ലി പറഞ്ഞു, ഇവളെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കുടുംബം തകർക്കാൻ വന്നവളാ ഇവള്. എൻ്റെ മഞ്ജിമയുടെ ജീവിതം തകർത്തു, എൻ്റെ വിനോദിൻ്റെ ജീവിതവും ഇവളെ തകർക്കും. ഇവള് സ്വാർത്ഥയാണ്. ഇവളുടെ കുടുംബത്തിലെ സുചിത്ര ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് 100 കാര്യങ്ങളാട്ടോ സ്വപ്നവല്ലി കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ കൈലാസ് നടന്ന കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുകയാണ് ആകാശ് മേനോനോട്. കേരള ചാപ്റ്റേഴ്സ് അതൊരു ബോംബായിട്ട് പൊട്ടി, മഹേഷ് വീണു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. സി ഓക്കെ, താങ്ക് യു.